ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. CPM-നെ വെട്ടിലാക്കി നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം പുറത്ത്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ AC മൊയ്തീൻ, MK കണ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ശബ്ദരേഖയിൽ പരാമർശം. ആരോപണങ്ങൾ നിഷേധിച്ച CPM നേതൃത്വം ശരത് പ്രസാദിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് അറിയിച്ചു. വിവാദമായതോടെ ശബ്ദ സംഭാഷണത്തിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ച് ശരത് പ്രസാദ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടും നടത്തറ സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണവും നിലനിൽക്കെയാണ് CPIM-നെ കുരുക്കിലാക്കി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം. CPIM നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിനുമായി നടത്തിയ സംഭാഷണത്തിൽ MLA-മാരായ സേവർ ചിറ്റിലപ്പള്ളിക്കും KK രാമചന്ദ്രനുമെതിരെ പരാമർശങ്ങളുണ്ട്. ആരോപണങ്ങൾ CPIM ജില്ലാ നേതൃത്വം തള്ളി. ഇതേക്കുറിച്ച് ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ശബ്ദ സംഭാഷണത്തിലെ ആരോപണത്തിൽ MK കണ്ണന്റെ പ്രതികരണം ഇങ്ങനെ: ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതലൊരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ശബ്ദ സംഭാഷണമെന്നാണ് CPIM വിശദീകരണം. സംഭാഷണം വിവാദമായതോടെ നേതാക്കളെ സംബന്ധിച്ച് തനിക്ക് അങ്ങനൊരു അഭിപ്രായമില്ലെന്നാണ് ശരത് പ്രസാദിന്റെ മലക്കം മറിച്ചൽ. ശബ്ദ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പിന് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര പരാതി നൽകി. ഇതിന്റെ ശബ്ദ സംഭാഷണത്തിൽ ശരത് പ്രസാദുമായി സംസാരിച്ച CPIM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനെ മറ്റൊരു സംഭവത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 24 തൃശൂർ. CPM-നെ വെട്ടിലാക്കിയ അഴിമതി ആരോപണ സംഭാഷണം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിന്റേതു തന്നെയെന്ന് CPM നടത്തറ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം നിബിൻ. ശരത് തന്നോട് സംസാരിച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് എന്ന് നിബിൻ പറഞ്ഞു. സംഭാഷണം പുറത്തുപോയത് എങ്ങനെയെന്ന് അറിയില്ല എന്നും നിബിന്റെ വിശദീകരണം. അതിലിപ്പോൾ ഞാൻ ശരത്തും കൂടി സംസാരിക്കുന്ന വോയിസ് തന്നെയാണ് ഞാനും കേട്ടിട്ടുള്ളത്. അതിൽ ശരത്താണ് ഞാൻ സംസാരിച്ചതും എനിക്ക് നല്ല ശരത്ത് പറഞ്ഞതും എനിക്ക് നല്ല കൃത്യമായിട്ട് നല്ല ഓർമ്മയുള്ളത് തന്നെയാണ്. പക്ഷേ അതിപ്പോൾ എങ്ങനെ വന്നു എങ്ങനെ കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് ശരത്ത് സമ്മതിച്ചല്ലോ. ശരത്ത് പറയുന്നത് ഞാൻ കേട്ടത് ശരത്ത് സംസാരിച്ചത് തന്നെയാണ്. അല്ലെങ്കിൽ മറ്റൊരാളുടെ ശബ്ദമാണ്. ഇനിയിപ്പോൾ AI-യുടെ കാലമാണല്ലോ. AI ആണെന്നൊക്കെ പറഞ്ഞാൽ ശരത്തിന് വേണമെങ്കിൽ അത് പറയാം. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ശരത്ത് രക്ഷപ്പെടണമെങ്കിൽ എനിക്കിപ്പോൾ വേറെ ചലഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. അഴിമതിക്കെതിരെ സംസാരിച്ചാൽ അത് പുറത്തു പോവുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്കതിൽ വലിയ ഖേദിക്കുന്നൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞതിലൊരു ശരിയുണ്ട് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉറച്ചു നിൽക്കുക തന്നെയാണ്. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഐകകണ്ഠേനയാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തത്. അതേസമയം നേതൃത്വത്തിന് അനഭിമതരായ നേതാക്കളെ തെരഞ്ഞുപിടിച്ചൊഴിവാക്കിയാണ് പുതിയ സംസ്ഥാന കൗൺസിൽ. സംസ്ഥാന സമ്മേളനത്തിൽ ഉപരി കമ്മിറ്റി പ്രതിനിധികളായി പങ്കെടുത്ത ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ യോഗത്തിലാണ് ബിനോയ് വിശ്വം സെക്രട്ടറിയെ തുടരട്ടെ എന്ന ധാരണയുണ്ടായത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കൗൺസിലിന്റെ ആദ്യ യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി D രാജ നിർദ്ദേശം അവതരിപ്പിച്ചു. കൗൺസിൽ അംഗങ്ങൾ ഒന്നടങ്കം അംഗീകരിച്ചതോടെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി ഐക്യകണ്ഠേനെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആലപ്പുഴയിലെ ഈ സ്റ്റേറ്റ് സമ്മേളനം ഐക്യത്തിന്റെ സമ്മേളനമായി പ്രഖ്യാപിക്കപ്പെടും. ഈ സമ്മേളനം പാർട്ടിയിൽ അടിമുടിയുള്ള ഒരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം. അതിന്റെ പ്രഖ്യാപനമാണ് ആലപ്പുഴ സമ്മേളനം. ഈ സമ്മേളനം വരുംകാല പോരാട്ടങ്ങളിൽ ദൂരോടെ വരുത്തുവാനും വിജയം നേടുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 100% സജ്ജമാക്കുമെന്ന് ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. സംസ്ഥാന കോട്ടയ്ക്ക് പുറത്തു നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്നതാണ് CPI-യുടെ രീതി. ഇതുപ്രകാരം ജില്ലയുടെ പ്രതിനിധികൾ പ്രത്യേകം ചേർന്നപ്പോഴാണ് വെട്ടിനിരത്തിൽ നടന്നത്. ഇടുക്കിയിൽ നിന്നുള്ള KK ശിവരാമന്റെ ഒഴിവാക്കലാണ് ഏറ്റവും ശ്രദ്ധേയം. ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയ തിരുവനന്തപുരത്തെ നേതാക്കളായ മീനാങ്കൽ കുമാറിനെയും സോളമൻ വെട്ടുകാടിനെയും ഒഴിവാക്കി. ഒഴിവാക്കലിനെ പരസ്യമായി ചോദ്യം ചെയ്ത് മീനാങ്കൽ കുമാർ രംഗത്ത് വന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അതിൻ്റെ എല്ലാം ചുമതല വഹിക്കുന്ന നേതാക്കന്മാരാണ് എന്താണ് എന്നെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് കൃത്യതയോടുകൂടിയുള്ള വിവരം മറുപടി പറയേണ്ടത്. അത് കഴിഞ്ഞാൽ തീർച്ചയായും അത് എന്ത് എന്ന് നോക്കി അതിനെ സംബന്ധിച്ച് വീണ്ടും പ്രതികരിക്കേണ്ടി വന്നാൽ അത് പ്രതികരിക്കും. അഭിപ്രായങ്ങൾ തുറന്നു പറയും. തുറന്ന് പറയുന്നിടത്ത് ഉറച്ചു നിൽക്കും. ഒരു കാരണവശാലും ഇഞ്ചിനെഞ്ച് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. മുൻ MLA-യും മഹിളാ നേതാവുമായ ES ബിജിമോൾ, AISF മുൻ സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരൻ, ബാബു പോൾ തുടങ്ങിയവരെ ഒഴിവാക്കി. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കമലാ സദാനന്ദനെയും KM ദിനകരനെയും സംസ്ഥാന കൗൺസിലിൽ നിലനിർത്തി. 24 ആലപ്പുഴ.
മുതിർന്ന നേതാവ് കെ ഇസ്മായിലിനെതിരെ മറുപടി പ്രസംഗത്തിൽ ബിനോയ് വിശ്വം കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. വേദിയിൽ ഇരുത്താൻ കഴിയാത്ത നേതാവാണ് ഇസ്മായിൽ എന്നായിരുന്നു വിമർശനം. എന്നാൽ പൊതുസമ്മേളനത്തിനെത്തിയ കെ ഇസ്മായിൽ ഈ വിമർശനങ്ങൾ തള്ളി. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. എന്തോ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ സെക്രട്ടറിയല്ലേ പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ശേഷം പിന്നെന്താണ് ഞാൻ വിരുദ്ധമായി പ്രവർത്തിക്കൂല. ഇല്ല, ഒരു മറുപടിയില്ല. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ, അത്രേ പറയുന്നുള്ളൂ. ഇന്ന് വരെ എൻ്റെ അച്ചടക്കത്തെക്കുറിച്ച് ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഈ ചോദ്യം ചെയ്യാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി കൊടുക്കൂല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. തീരുമാനം KPCC അധ്യക്ഷൻ പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പങ്കെടുക്കണമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. അതിനിടെ രാഹുലിനെതിരായ ലൈംഗികാരോപണ കേസിൽ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ പുരോഗതി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കണമോ എന്നതിൽ പല അഭിപ്രായങ്ങളാണ് പാർട്ടിക്കുള്ളിൽ. തെരഞ്ഞെടുപ്പ് കാലത്തെ നിർണായക നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുത്താൽ ഭരണപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. സഭയിൽ വരുന്നതിൽ രാഹുൽ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കട്ടെ എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. രാഹുലിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി സ്പീക്കറെ അറിയിക്കേണ്ടി വരുമെന്ന വിലയിരുത്തലാണ് നേതൃത്വം. അന്തിമ തീരുമാനം KPCC നേതൃത്വം എടുക്കട്ടെ എന്ന നിലപാടിലാണ് AICC. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാവരും കൂടി ആലോചിച്ച്, ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ KPCC പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച് KPCC പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിയമസഭയിൽ രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായാൽ സംരക്ഷണം നൽകേണ്ടത് സ്പീക്കറാണെന്നും സണ്ണി ജോസഫ്. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആസിഫീസില്ല. തീരുമാനിക്കാം. രാഹുലിനെതിരായ അന്വേഷണത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനില്ലെന്ന പരാതിക്കാരുടെ തീരുമാനം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസെടുക്കാനാകുമോ എന്ന് ക്രൈംബ്രാഞ്ച് നിയമ ഉപദേശം തേടിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. പരാതി നൽകാൻ തയ്യാറാകാത്തതിന് കാരണം ഭീഷണിയും സമ്മർദ്ദവുമാണോ എന്നും ക്രൈംബ്രാഞ്ച് പ്രത്യേകം അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാർ പരാതിക്കാരുടെ കുടുംബാംഗങ്ങളെയും ബന്ധപ്പെട്ടതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. KSU പ്രവർത്തകരെ മുഖം മൂടിയും വിലങ്ങുമണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ തൃശൂർ വടക്കാഞ്ചേരി പോലീസിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ച് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി SHO ഷാനവാസിന് നോട്ടീസ് അയച്ചു. പോലീസ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന അടിമകളായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. കഴിഞ്ഞ ദിവസം SFIയുമായി നടന്ന സംഘർഷത്തിൽ പ്രതികളായ KSU പ്രവർത്തകരെയാണ് തല പൂർണ്ണമായും മൂടുന്ന കറുത്ത മാസ്കും വിലങ്ങുമണിയിച്ച് വടക്കഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയത്. കൊടും കുറ്റവാളികളെ കൊണ്ടുവരും മട്ടിൽ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നതിനെതിരെ കോടതി രൂക്ഷമായി വിമർശിച്ചു. തിങ്കളാഴ്ച SHO ഷാജഹാൻ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നും പറഞ്ഞു. പോലീസ് നടപടിക്കെതിരെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. പേപ്പട്ടികളെ പോലെ ഷാജഹാൻ കോൺഗ്രസുകാരെ നേരിടുന്നു എന്നായിരുന്നു വിമർശനം. വിഷയത്തെ അപലപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. രാജാവിനേക്കാൾ രാജഭക്തിയാണ് പോലീസുകാർക്കെന്നും CPIMന്റെ പിന്തുണയോടെയാണ് ഈ വൃത്തികേട് ചെയ്തതെന്നും VD സതീശൻ. സൂരജിന് പോലീസ് മർദ്ദനമേറ്റ കുന്നംകുളം സ്റ്റേഷനിലെ SHO ആയിരുന്നു ഷാജഹാനെന്നും പ്രതിപക്ഷ നേതാവ്. കോടതിയുടെ പരാമർശമുണ്ടായതിനു ശേഷവും മുഖംമൂടി മാറ്റാതെ പ്രതികളെ പോലീസ് തിരികെ കൊണ്ടുപോയത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയാക്കി. 24 തൃശൂർ. പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ മർദ്ദനമേറ്റവരുടെ കുടുംബങ്ങൾ രംഗത്ത്. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പത്തനംതിട്ട അടൂരിൽ മരിച്ച DYFI പ്രവർത്തകൻ ജോയലിന്റെ പിതാവ് 24നോട് പറഞ്ഞു. കൊല്ലത്ത് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ സുരേഷ് വ്യക്തമാക്കി. അതിനിടെ ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ പരാതി നൽകി. അടൂര് CPMന്റെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവനെ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ച്. ഈ പറയുന്ന ബിജു അന്ന് CA എന്ന് ബിജു എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോൻ്റെ കാറ് എടുക്കാൻ ചെന്നപ്പോൾ, ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചാൽ ഞാൻ നിരപരാധിയാണ്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. പത്തനംതിട്ട അടൂരിലെ DYFI പ്രവർത്തകൻ ജോയിലിന്റെ മരണത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം.
പോലീസ് മർദ്ദനമാണ് ജോയലിന്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളായിരുന്നതിനാൽ ഒരു വട്ടം കൂടി CPIM നേതൃത്വത്തിന് പരാതി നൽകുമെന്നും പിതാവ് ജോയ്ക്കുട്ടി 24-നോട് പറഞ്ഞു. കൊല്ലത്ത് ദളിത് യുവാവിനെ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ 1 വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. SI മനോജ് ചട്ടലംഘനം നടത്തിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയില്ല. ചടയമംഗലം സ്വദേശി സുരേഷിനെയാണ് കാട്ടാക്കട SI മനോജ് വീട് കയറി മർദ്ദിച്ചത്. ആരെയാണ്ട് വെട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഇവർ ചോദിച്ച് അങ്ങനെ ഫസ്റ്റിൽ എന്നെ പിടിച്ച് വിലങ്ങ് വയ്ക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്നെ ഇറക്കി വിട്ട് ഇവിടെ വഴിക്ക് കൊണ്ടുവന്ന് പകുതിക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പോയി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആലപ്പുഴ DYSP മധുബാബുവിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ പരാതി നൽകിയത്. സാമ്പത്തിക തട്ടിപ്പ് പരാതി നൽകാൻ എത്തിയപ്പോൾ അപമാനിച്ചെന്നാണ് ആരോപണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗം മരിച്ച നിലയിൽ. പെരിക്കല്ലൂർ സ്വദേശി ജോസ് നെല്ലടമാണ് മരിച്ചത്. വീടിന് സമീപത്തെ കുളത്തിലാണ് മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. ജോസിനെതിരെ പരാതി ലഭിച്ചതായി അറിയില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഇന്ന് രാവിലെയാണ് ജോസ് നെല്ലേടത്തിനെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷം ഉള്ളിൽ ചെന്ന് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. വേഗം ചെന്ന് കുളത്തിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മറ്റേ ഒരു ചിമക്കൊന്ന് നിൽപ്പുണ്ട്, അതിൽ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. വെള്ളത്തിലാണ് കിടന്നത്. അപ്പോൾ കത്തിയും കുത്തിയും തൊട്ട സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതെന്ന്. കള്ളക്കേസിൽ കുടുങ്ങിയ തങ്കച്ചൻ ഇതിനു പിന്നിൽ ജോസ് നെല്ലേടത്തിന് പങ്കുണ്ടെന്ന് ആരോപിച്ചിരുന്നു. ജോസിനെ പുൽപ്പള്ളി പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്കച്ചന്റെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും വെച്ച് കുടുക്കിയ കേസിൽ മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗമായ ജോസിനെ പോലീസ് പ്രതി ചേർത്തിരുന്നില്ല. ജോസിനെതിരെ തങ്കച്ചൻ പരാതി നൽകിയതായി അറിവില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. തങ്കച്ചന്റെ പരാതിയിൽ ആരുടെയും പേരില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ തങ്കച്ചനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രതികളിലേക്ക് എത്താനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. സംശയങ്ങൾ വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് കൊലപാതക പാർട്ടിയായി മാറിയെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്. ഇവിടെ അധികാരത്തിന് വേണ്ടി സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അണികൾ ഉൾപ്പെടെ ഇരയാക്കിക്കൊണ്ട് നേതൃത്വം നടത്തുന്ന അങ്ങേയറ്റത്തെ ക്രിമിനൽ പ്രവർത്തനമാണ് ജില്ലയിലെ കോൺഗ്രസ് നടക്കുന്നത്. നാളെയാണ് ജോസ് നെല്ലേടത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. 24 വയനാട്. അതേസമയം വയനാട് പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. അത് പോലീസ് വിശദമായി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വയനാട്ടിൽ മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ KPCC നേതൃത്വം നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മരുമകൾ പത്മജ. കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. 2.5 കോടിയുടെ ബാധ്യത വീട്ടാമെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം വീണ്ടും വഞ്ചിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും പത്മജ പറഞ്ഞു. ഞങ്ങൾ കൊടുത്ത പ്രൊജക്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വീടിരിക്കുന്ന പട്ടയം ഇപ്പോഴും ബത്തേരി അർബൻ ബാങ്കിലാണുള്ളത്. ഞങ്ങളുടെ അവകാശമാണത്, ഔദാര്യമല്ല. ആ പട്ടയം ഞങ്ങൾക്ക് എടുത്ത് തന്നേ പറ്റുള്ളൂ. കോൺഗ്രസിലെ കുറച്ച് ആൾക്കാരെ എനിക്കിനി വിശ്വാസമില്ല. ആ പാർട്ടി ഒന്നും ചെയ്തു തരുന്നും പറയുന്നില്ല. അവരുടെ ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. പരാതി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ആളിപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഹസ്ബൻഡ് വന്നിട്ടില്ല. വന്നതിന് ശേഷം മുഖ്യമന്ത്രിനെ പോയി കാണണമെന്ന് വിചാരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ നടത്താനിരിക്കുന്ന ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സർക്കാർ. ന്യൂനപക്ഷ സംഗമം അല്ല നടത്തുന്നതെന്നും വിവിധ വകുപ്പുകളുടെ സെമിനാറാണ് എന്നും സർക്കാർ വിശദീകരിക്കുന്നു. അതിനിടെ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഈ മാസം 22-ന് സംഘപരിവാർ സംഘടനകൾ പ്രഖ്യാപിച്ച വിശ്വാസ സംഗമത്തിന് രൂപരേഖയായി. ആഗോള അയ്യപ്പ സംഗമം പോലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് സർക്കാർ വിശദീകരണം. 2031 കേരളം എങ്ങനെയായിരിക്കണം, വികസനത്തിന്റെ പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സെമിനാർ. ഒക്ടോബർ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ എല്ലാ വകുപ്പുകളുടെയും സെമിനാർ വിവിധ ജില്ലകളിലായി നടക്കും. ഇതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാറിനെയാണ് സംഗമമാക്കി ചിത്രീകരിക്കുന്നത് എന്ന് സർക്കാർ പറയുന്നു. സർക്കാരിനെ പരിഹസിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. 50 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പം നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. എന്നാൽ ന്യൂനപക്ഷങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ? ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്?
ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാർ സംഘടനകൾ പ്രഖ്യാപിച്ച വിശ്വാസ സംഗമത്തിന് രൂപരേഖയായി. ഈ മാസം 22-ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന പേരിലാണ് വിശ്വാസ സംഗമം. സമ്മേളനത്തിന് BJP രാഷ്ട്രീയ പിന്തുണ നൽകും. വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന വികസനം, ഇതാണ് ശബരിമല കർമ്മസമിതി ഈ ശബരിമല സംരക്ഷണ സംഗമത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ബദലുമല്ല. 15,000-ഓളം പേർ വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കും. 24 തിരുവനന്തപുരം. ഹൈക്കോടതി അനുമതിയില്ലാതെ ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ ഖേദം പ്രകടിപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. കോടതി പരാമർശത്തെ തുടർന്ന് ദ്വാരപാലകരുടെ ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ചതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഒന്നാകെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ വീഴ്ച സമ്മതിച്ചു. കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. സന്നിധാനത്ത് ഇതുവരെ സ്വർണം പൂശിയ നടപടികളുടെ രേഖകൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കാൻ വിജിലൻസ് ചീഫ് സെക്യൂരിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. രേഖകൾ പരിശോധിച്ച ശേഷം സ്വർണ്ണപ്പാളി തിരികെ കൊണ്ടുവരുന്നതിൽ തീരുമാനമെടുക്കും. സ്വർണ്ണപ്പാളി ഉരുക്കിയ കാര്യം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിൽ ആയിരുന്നു. എന്നാൽ കോടതി ഇടപെട്ടതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചു. അതിനിടെ ശബരിമല ശ്രീകോവിലിന്റെ വാതിലും തകരാറിലായി. സന്നിധാനത്ത് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കഴിഞ്ഞ വർഷം തന്നെ ക്ഷേത്രം തന്ത്രി തകരാറ് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു. 24 കൊച്ചി. ഖത്തർ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ. ആക്രമണത്തിൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കളെ വധിക്കാനായില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ പേരെടുത്തു പറയാതെ ദോഹ ആക്രമണത്തെ അപലപിച്ച് UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം പാസാക്കി. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്തെത്തി. ദോഹയിലെ ഓപ്പറേഷൻ ലക്ഷ്യം കാണുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ബോംബ് വീഴുന്നതിന് മുൻപായി ഹമാസ് നേതാക്കൾ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയിരിക്കാൻ സാധ്യതയെന്നാണ് നിഗമനം. സ്ഫോടനത്തിനുപയോഗിച്ച ബോംബുകൾ കുറഞ്ഞുപോയോ എന്ന് അന്വേഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദോഹയിലെ ആക്രമണത്തിൽ നിന്ന് ഹമാസ് നേതാക്കളെ രക്ഷിച്ചത് ടർക്കിഷ് നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ നൽകിയ മുന്നറിയിപ്പാണെന്ന് തുർക്കിയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ വ്യോമനീക്കം സശ്രദ്ധം വീക്ഷിച്ചതിനു ശേഷം വിവരം തുർക്കി ഇന്റലിജൻസ് ഹമാസിന് കൈമാറിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ രണ്ടായി വിഭജിക്കുന്ന ഈവൻ കുടിയേറ്റ പദ്ധതിക്ക് ഇന്നലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകാരം നൽകി. ഇസ്രയേലി കുടിയേറ്റക്കാർക്കായി 3400 പുതിയ വീടുകൾ വെസ്റ്റ് ബാങ്കിനും കിഴക്കൻ ജെറുസലേമിനുമിടയിൽ നിർമ്മിക്കുന്നതാണ് പദ്ധതി. ഫലസ്തീൻ രാഷ്ട്രം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ അനുവദിക്കില്ലെന്നും പ്രദേശം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കിഴക്കൻ ജെറുസലേമിൽ നടന്ന പരിപാടിയിൽ നെതന്യാഹു പറഞ്ഞു. ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ UN രക്ഷാസമിതി അപലപിച്ചു. അമേരിക്കയടക്കം 15 അംഗങ്ങളും പിന്തുണച്ച പ്രമേയത്തിൽ ഇസ്രയേലിന്റെ പേരെടുത്തു പറഞ്ഞിട്ടില്ല. ആക്രമണം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ ദോഹയിൽ അറബ് ഉച്ചകോടി നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി സത്യപ്രതിജ്ഞ ചെയ്തു. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി. നേപ്പാൾ വൈദ്യുതി വകുപ്പ് മുൻ MD കുൽമാൻ ഗിസിങ്ങിനെയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിച്ചിരുന്നു. ജിഷ്ണു രവീന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജിഷ്ണു, സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഒരു ഇടക്കാല ഭരണകൂടം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. എന്തൊക്കെയായിരിക്കും അവരുടെ തീരുമാനങ്ങൾ? കാഠ്മണ്ഡുവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, നേപ്പാളിനെ സംബന്ധിച്ചൊരു ചരിത്ര നിമിഷമാണിത്. നേപ്പാളിൽ 4 ദിവസമായി തുടർന്നിരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ അവസാനിക്കുന്നു. ഒരു പ്രധാനമന്ത്രി വരുന്നു. അതിലേറെ പ്രധാനപ്പെട്ടത് അതൊരു വനിതാ പ്രധാനമന്ത്രിയാണ് എന്നതാണ്. സുശീല കർക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ എല്ലാ ഭരണ സംവിധാനങ്ങളും തകർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. വലിയ സംഘർഷങ്ങൾ, വലിയ സമരങ്ങൾ നടന്ന് പാർലമെന്റ് ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാം തകർന്നു നിൽക്കുന്ന, എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തെ ഒന്നിൽ നിന്ന് ആരംഭിക്കുക, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ആരംഭിക്കുക എന്നതാണ് നിലവിൽ സുശീല കർക്കിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. വലിയ തർക്കങ്ങളായിരുന്നു നേരത്തെ നിലനിന്നിരുന്നത്. സുശീല കർക്കിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പക്ഷം ആളുകൾ പ്രക്ഷോഭകരിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു പക്ഷം സുശീല കർക്കിയുടെ വയസ്സും അതുപോലെ തന്നെ യോഗ്യതയും ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ വൈദ്യുതി ബോർഡിന്റെ MD ആയിരുന്ന
കുൽമാൻ ഗിസിങ്ങിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ആ പ്രക്ഷോഭകാരികൾ, ഈ കുൽമാൻ ഗിസിങ്ങിനെ ഉയർത്തി കാണിച്ച പ്രക്ഷോഭകാരികൾ ഇപ്പോഴും അസ്വസ്ഥരാണ്, അവർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒടുവിൽ രാംചന്ദ്ര പൗഡൽ എന്ന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഒരു സമവായത്തിലേക്ക് എത്തുന്നത്. സുശീല കർക്കിയെ തന്നെ പ്രധാനമന്ത്രി ആക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. നോക്കൂ, ജെൻസി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര പോരാട്ടമായിരുന്നു. അവർ അഴിമതി വിരുദ്ധത ഉയർത്തി കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തി അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ ചോദ്യം ചെയ്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു ചരിത്ര പോരാട്ടം നയിച്ച് അവരൊരു പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു, ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെ മാറ്റി നിർത്തി അവിടെ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്ററിൻ്റെയും നേപ്പാൾ കോൺഗ്രസിൻ്റെയും നേതാക്കളെ ഒന്നും പരിഗണിക്കാതെ ഈ നേതാക്കളുടെ എല്ലാം വസതികൾക്കും ആ നേതാക്കൾക്കും നേരെ ആക്രമണം നടന്നിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. ഇവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒടുവിൽ ഇവർക്കെല്ലാം എതിരെ ഒരു പോയിന്റിൽ നിന്നിരുന്ന സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായി അവരോധിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2017 ചരിത്ര സംഭവം നടന്നിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കി വളരെ ശക്തമായ അഴിമതി വിരുദ്ധ നിലപാടെടുത്തതിൻ്റെ പേരിൽ സുശീല കർക്കിയെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം നേപ്പാൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്ററിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്ന് നടത്തിയിരുന്നു. അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ആ ഇംപീച്ച്മെന്റ് നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. ഒടുവിൽ ആ ഒരു കാവ്യനീതി എന്നോണം ആ സുശീല കർക്കി തന്നെ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായി തിരിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് വിജയകുമാർ. യെസ്, ഒരു പ്രധാനപ്പെട്ട വിവരം അവിടെ നിന്ന് ഇപ്പോൾ വരുന്നത് നേപ്പാൾ വൈദ്യുത വകുപ്പ് മുൻ MD ഗുൽമാൻ ഗിസിങ്ങിനെ പ്രധാനമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം ആളുകൾ തെരുവിൽ പ്രതിഷേധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ പ്രക്ഷോഭകർക്കിടയിൽ ഇക്കാര്യത്തിൽ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. അത് രണ്ട് ചേരിയായിട്ടുണ്ട്. അതിലൊരു വിഭാഗം ഈ ഗുൽമാൻ ഗിസിങ്ങിന് വേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ട്. അവർ തെരുവിൽ വീണ്ടും പ്രതിഷേധിക്കുന്നുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ അവിടെ വരുന്നത്. സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാഠ്മണ്ഡുവിനെ ശാന്തമാക്കാൻ കഴിയുമോ? നേപ്പാളിനെ പുതിയ കാലത്തിലേക്ക് നയിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അടുത്ത ദിവസങ്ങൾ, അടുത്ത മണിക്കൂറുകൾ അതിന് മറുപടി നൽകുമെന്നും പ്രതീക്ഷിക്കാം. ജിഷ്ണു രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. അമേരിക്കൻ പോഡ്കാസ്റ്റർ ചാർലി കിർക്കിന്റെ കൊലപാതകിയെ പിടികൂടിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ മാധ്യമമായ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പ്രതി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ FBI നേരത്തെ പുറത്തുവിട്ടു. യൂട്ടാവാല സർവകലാശാലയിൽ വെച്ച് ചാർലി കിർക്കിനു നേരെ വെടിയുതിർത്തതിനു ശേഷം പ്രതി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ FBI പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് അറസ്റ്റ് സ്ഥിരീകരിച്ച് ട്രംപ് രംഗത്തെത്തിയത്. 22-കാരനായ ടൈലർ റോബിൻസണിനെ FBI അറസ്റ്റ് ചെയ്തെന്നാണ് ട്രംപ് പറയുന്നത്. പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് FBI $1 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചിരുന്നു. രാഷ്ട്രീയ വിയോജിപ്പ് തന്നെയാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് FBIയുടെ നിഗമനം. മുസ്ലിം വിരുദ്ധതയും വംശീയ ഉള്ളടക്കവുമുള്ള നിരവധി വിവാദ പ്രസ്താവനകൾ നടത്തിയ കിർക്കിന് ശത്രുക്കളേറെയുണ്ട്. ആയുധം കൈവശം വെക്കാൻ അനുവാദം നൽകുന്ന നിയമത്തെ ശക്തമായി പിന്തുണച്ച് ചാർലി കിർക്ക് രംഗത്തെത്തിയിരുന്നു. ആഭ്യന്തര തീവ്രവാദത്തിന്റെ ഭാഗമാണ് കൊലപാതകമെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. കിർക്കിനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ശക്തമായ വാഗ്വാദങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. എറണാകുളം ലിസി ആശുപത്രി വീണ്ടും ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുകയാണ്. കൊല്ലം സ്വദേശിയായ 13-കാരിക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ഒരുങ്ങുന്നത്. അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 18-കാരനായ അങ്കമാലി സ്വദേശിയുടെ ഹൃദയമാണ് മാറ്റിവെക്കുന്നത്. വിശദ പരിശോധനകൾക്കായി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറവും സംഘവും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെത്തി. നമ്മൾ ഹൃദയം നോക്കിയതിന് ശേഷം അത് നമ്മളുടെ സ്വീകർത്താവിന് ചേരുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. എടുക്കാനാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതിനുശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുക്കും അതിന്റെ ഹാർവെസ്റ്റിങ്ങിനൊക്കെ ആയിട്ട്. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഹൃദയത്തിന്റെ ഒരു ചേർച്ച നമ്മളൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേട്ടോ, ഇവിടെ ഹാർട്ട് എടുക്കുന്നുണ്ട് എന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ ആക്ടിവേറ്റഡ് ആകത്തുള്ളൂ. കോർഡിനേറ്റ് ചെയ്താണ് പോകുന്നത് കേട്ടോ. എസ് ശ്യാംകുമാർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാമ, ഡോക്ടർ അകത്തേക്ക് പോയി കുറച്ച് സമയമാകുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യം അത് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തണം, അതിനുവേണ്ടിയാണ് അവിടേക്ക് വന്നത് എന്നതാണ്. എന്തെങ്കിലും അതിൽ കൂടുതൽ തീരുമാനങ്ങൾ ഇപ്പോഴുണ്ടോ ശ്യാം?
വിജയകുമാർ ഇപ്പോൾ ബിൽജിത്ത് എന്ന 18 വയസ്സുകാരൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ച ശേഷമുള്ള വിജയകുമാർ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബിൽജിത്തിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ച ശേഷമുള്ള ആ ശരീരത്തിൽ നിന്ന് ആ അവയവങ്ങൾ അത് 6 പേർക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ തുടക്കമാണ്. അല്പസമയത്തിനകം ബിൽജിത്തിനെ ഇവിടുത്തെ താഴത്തെ ഇപ്പോൾ 5ാം നിലയിലുള്ള സർജിക്കൽ ICU വാർഡിലേക്ക് മാറ്റും. അവിടെ വെച്ചാകും ഡോക്ടർമാർ വിവിധ ആളുകൾക്ക് വേണ്ടി ആ 18 വയസ്സുകാരനായ യുവാവിൻ്റെ ആ കുടുംബത്തിൻ്റെ സമ്മതത്തോടു കൂടി 6 പേർക്ക് പുതുജീവൻ നൽകുന്ന ആ അവയവങ്ങൾ നീക്കം ചെയ്യുക. നേരത്തെ ഡോക്ടർ ജോസ് പെരിയപുറം പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഒരു പ്രാഥമിക പരിശോധന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കും. ലിസിയിൽ ചികിത്സയിൽ കഴിയുന്ന 13 വയസ്സുകാരിക്ക് ബിൽജിത്തിൻ്റെ ഹൃദയം അനുയോജ്യമാണോ എന്നതാണ് ആ പരിശോധന. മറ്റു പരിശോധനകൾ ലിസിയിൽ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇനി പരിശോധനകൾ പൂർത്തിയാകണം. അതിനുശേഷമാകും ഈ ശസ്ത്രക്രിയ ഈ 5ാം നിലയിൽ ആരംഭിക്കുക. ഇവിടെ വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരേ സമയമാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. ഒരേ സമയത്ത് തന്നെയാണ് ഈ അവയവങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോഴിക്കോട് മുതൽ കോട്ടയം വരെയുള്ള ഭാഗങ്ങളിലേക്ക് പോകും. 13 വയസ്സുകാരിക്ക് ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആ യാത്ര ലിസി ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്യും. ശ്യാമ, ഒരു സാങ്കേതിക പ്രശ്നം, അത് വളരെ വേഗത്തിൽ അത് നമ്മൾ പരിഹരിക്കാം. ഒരിക്കൽ കൂടി ശ്യാമിലേക്ക് വരും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ലിസി ആശുപത്രി, ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. അവിടെ അങ്കമാലി സ്വദേശി ബിൽജിത്ത് 18 വയസ്സുള്ള ആ കുട്ടിയുടെ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം 6 പേരിലൂടെ ആ കുട്ടി വീണ്ടും ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നലെ 33-കാരനായ ഐസക്, കൊല്ലം സ്വദേശി, ഇന്നിതാ 18 വയസ്സുള്ള അങ്കമാലി സ്വദേശി ബിൽജിത്ത്. ഈ രണ്ട് കഥകൾ, രണ്ട് സംഭവങ്ങൾ നമ്മളുടെ മുന്നിൽ ഉണ്ട്. ഒരിക്കൽ കൂടി ശ്യാമിലേക്ക് പോവുകയാണ്. ശ്യാമ, തുടരാം. വിജയകുമാർ, അല്പസമയത്തിനകം ബിൽജിത്ത് എന്ന 18 വയസ്സുകാരനെ ഇങ്ങോട്ട് താഴേക്കുള്ള സർജിക്കൽ ICU വാർഡിലേക്ക് കൊണ്ടുവരും. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നേരത്തെ ഡോക്ടർ ജോസ് പെരിപുറം പറഞ്ഞ പോലെ ആ പരിശോധനകൾ പൂർത്തീകരിക്കുന്നുണ്ട്. അതിനുശേഷമാകും ലിസി ആശുപത്രിയിൽ 13 വയസ്സുകാരിക്ക് ആ കുടുംബത്തിൻ്റെ മഹാമനസ്കത അത് ലോകത്തോട് വിളിച്ചു പറയുന്ന ആ നടപടികൾ ആരംഭിക്കുക. 6 പേരിലൂടെയാകും ബിൽജിത്തിനി ജീവിക്കുക. 6 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് ബിൽജിത്ത് ഭൂമിയിലെ തൻ്റെ യാത്ര അവസാനിപ്പിച്ചത്. പക്ഷേ അപ്പോഴും 6 പേരിലൂടെ ബിൽജിത്ത് ഇനിയും ഒരുപാട് കാലം ജീവിക്കും. അതിൻ്റെ അവസാന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഫ്ലോറിലാണ് ആ ശസ്ത്രക്രിയ നടക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും, അമൃതയിൽ നിന്നും, കാരിത്താസിൽ നിന്നും, രാജഗിരി ആശുപത്രിയിൽ നിന്നും ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വാർഡിലാകും ഈ ശസ്ത്രക്രിയ നടക്കുക. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിസി ആശുപത്രിയിൽ കാത്തിരിക്കുന്ന 13-കാരിക്ക് ഉൾപ്പെടെ ഈ പുതുജീവൻ നൽകുന്നതിന് വേണ്ടി ബിൽജിത്തിൻ്റെ ശരീരഭാഗങ്ങൾ കൊണ്ടുപോകും. കാരിയാട് ഉണ്ടായ അപകടത്തിൽ ഈ മാസം 2-ാം തീയതിയാണ് ബിൽജിത്തിന് പരിക്കേൽക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്നലെ രാത്രി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 2 തവണ പരിശോധനകൾ പൂർത്തീകരിച്ചു. അതിനുശേഷം കേരള സർക്കാരിൻ്റെ കേസോട്ടയിൽ ഈ വിവരങ്ങൾ അറിയിച്ചു. അങ്ങനെയാണ് കൊല്ലം സ്വദേശിയായ 13-കാരിക്ക് ഹൃദയം ആവശ്യമുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ ഇന്ന് വളരെ വേഗത്തിൽ കൊച്ചിയിൽ എത്തിക്കുന്നത്. ഏതായാലും പരിശോധനകൾ നേരത്തെ ഡോക്ടർ ജോസ് പെരിയപുറം പറഞ്ഞ പോലെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അതിൽ അന്തിമ തീരുമാനമെടുക്കുക. അപ്പോഴും ആ കുടുംബത്തിൻ്റെയും ആ നാടിൻ്റെയും ഒക്കെ ഏറെ സ്നേഹം ഏറ്റുവാങ്ങിയ ബിൽജിത്ത് എന്ന 18 വയസ്സുകാരനെ 6 പേരിലൂടെ ജീവിക്കും. അതിനുള്ള സമ്മതം ആ കുടുംബം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ആദരവോടുകൂടി മാത്രം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. അതിൻ്റെ അവസാന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇനി നടക്കാനുള്ളത്. യെസ്, ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലി, അവിടെ നിന്നാണ് ശ്യാം വിവരങ്ങൾ നൽകുന്നത്. അവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടേഴ്സ് അവിടേക്ക് പോയിട്ടുണ്ട്. അവരാണ് അതിലൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. 13 വയസ്സുള്ള കുഞ്ഞിനെ നേരത്തെ കൊല്ലത്ത് നിന്ന് ലിസി ആശുപത്രിയിലേക്ക് അടിയന്തരമായി എത്തിച്ചിരുന്നു. ഹെലികോപ്റ്ററിനൊന്നും കാത്തു നിൽക്കാതെ ആ സമയത്ത് ലഭ്യമായത് വന്ദേ ഭാരത് ട്രെയിനാണ്. അതിലായിരുന്നു കൊല്ലത്ത് നിന്ന് അവരുടെ യാത്ര. ആ കുട്ടി ഇപ്പോൾ ലിസി ആശുപത്രിയിലുണ്ട്. ഈ ഹൃദയം, ഈ ബിൽജിത്തിൻ്റെ 18 വയസ്സുള്ള ബിൽജിത്തിൻ്റെ ഹൃദയം 13 വയസ്സുകാരിക്ക് യോജിക്കുമോ എന്നറിയാനാണ് ഡോക്ടേഴ്സ് അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സർജറി, ആ ശസ്ത്രക്രിയ ഇന്ന് തന്നെ നടക്കും. ലിസി ആശുപത്രിയിൽ ഇന്നലെ, കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയാണ്, ഒരു പക്ഷേ അതിൻ്റെ ഇന്നലെ രാത്രിയിലുമൊക്കെയാണ് ആ സർജറി വിജയകരമെന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം വീണ്ടും അദ്ദേഹം അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട്, ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശി ഐസക്, ഇന്ന് അങ്കമാലി സ്വദേശി ബിൽജിത്ത്, 2 വലിയ മാതൃകകൾ നമ്മളുടെ മുന്നിൽ ഉണ്ട്. അവരുടെ കുടുംബാംഗങ്ങളുടെ വലിയ ആദരവോടുകൂടി കേരളം അവരെ ഈ ഘട്ടത്തിൽ
അനുസ്മരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബീഹാറിന് പിന്നാലെ കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വന്നാലുടൻ അന്തിമ പ്രഖ്യാപനമുണ്ടാകും. SIR നടപ്പാക്കുന്നതിൽ ഒരാശങ്കയും വേണ്ടെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ സൂചന നൽകിയിരുന്നു. തദ്ദേശ വാർഡുകളുടെയും തുടർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം നിശ്ചയിക്കുന്ന നടപടികളും ഈ മാസം അവസാനമോ ഒക്ടോബർ ആദ്യമോ നടക്കും. ഇതിനു മുൻപായി SIRന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങാനാകുമെന്നാണ് വിലയിരുത്തൽ. SIR സംബന്ധിച്ച് പ്രത്യേക പരിശീലന പരിപാടികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മാധ്യമപ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും നൽകും. തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ SIR നടപടികൾ സങ്കീർണമാകുമെന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ അർഹരായ എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ. This will all go as per the schedule. Election Commission of India പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ആയിരിക്കും അത് വരാൻ പോകുന്നത്. ആ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെ സഹായത്തോടു കൂടി ജനങ്ങളുടെ ഇടയിൽ ആ ഇൻഫർമേഷൻ എത്തിക്കും. വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയ പൗരന്മാരല്ലാത്തവരെ ഒഴിവാക്കി പട്ടിക അടിമുടി പരിഷ്കരിക്കുന്ന പ്രക്രിയയാണ് SIR എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. BJPക്ക് വേണ്ടിയുള്ള വെട്ടിനിരത്തലാണെന്നും വോട്ട് കൊള്ളയുടെ മറ്റൊരു രൂപമാണെന്നുമാണ് കോൺഗ്രസ് ആരോപണം. 24 തിരുവനന്തപുരം. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. രാഷ്ട്രപതി ഭവനിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിലെ ഗണതന്ത്ര മണ്ഡപത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ. I, Chandraviram Ponnusamy Radhakrishnan, do swear in the name of God that I will bear true faith and allegiance രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I will faithfully discharge the duty and that I will faithfully discharge the duty upon which I am about to enter. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. പദവി ഒഴിഞ്ഞ ശേഷം ജഗ്ദീപ് ധൻഖർ പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടിയാണ് ഇത്. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മണിപ്പൂർ സന്ദർശിക്കും. വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മണിപ്പൂരിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കലാപത്തിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന ദിവസം നിരോധിത സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇംഫാലിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വംശീയ കലാപങ്ങൾ അവസാനിച്ചതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ് മണിപ്പൂരിലേത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 പരിപാടികളിലായിരിക്കും പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കുക. അദ്ദേഹം നാളെ ഉച്ചയ്ക്ക് 12:30 മണിപ്പൂരിലേക്ക് എത്തിച്ചേരും. ആദ്യത്തെ പരിപാടിയുള്ളത് ചുരാചന്ദ്പൂരിലാണ്. അവിടെ ഈ കുക്കികൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണ് ചുരാചന്ദ്പൂര്. ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രി അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം അവിടെ ഈ നിരവധി ആളുകൾ ക്യാമ്പുകളിലും മറ്റും കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അവരുമായൊക്കെ ഒരു ആശയവിനിമയം അദ്ദേഹം നടത്തിയേക്കുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇംഫാലിലേക്ക് എത്തുക. ഇംഫാലിൽ 2:30 പരിപാടിയുള്ളത്. ഇംഫാലിലെ കങ്കളയിലാണ് അദ്ദേഹത്തിന്റെ പരിപാടിയുള്ളത്. ഇംഫാലിലും ഇന്ന് ഉച്ച മുതൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇരു മേഖലകളിലും കൂടുതൽ സേനയടക്കം എത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിപ്പൂരിൽ നാളെ ഏതാണ്ട് 8500 കോടി രൂപയിലധികം വികസന പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. ഈ ഇംഫാലിലേക്ക് അടക്കമുള്ള മേഖലകളിൽ ഈ കടകളൊക്കെ തന്നെ ഈ പരിപാടി നടക്കുന്നതിന് സമീപമുള്ള കടകളൊക്കെ തന്നെ നാളെ തുറന്ന് പ്രവർത്തിക്കുന്നതിനും മറ്റും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ ഉച്ചയോടുകൂടി വിവിധ മേഖലകളിൽ വാഹന നിയന്ത്രണവും ഗതാഗത നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇംഫാലിലും ചുരാചന്ദ്പൂരിലും ഒരുക്കിയിട്ടുള്ളത്. ഇംഫാലിൽ നിന്നാണ് വിനീത വിജി വിവരങ്ങൾ നൽകിയത്.
അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ മെമ്മറി കാർഡ് വിവാദം അന്വേഷിക്കാൻ അന്വേഷണ കമ്മിറ്റിയെ രൂപീകരിച്ചു. പ്രസിഡന്റ് ശ്വേത മേനോൻ, എക്സിക്യൂട്ടീവ് അംഗം ജോയ് മാത്യു, നടൻ ദേവൻ, നടി ശ്രീദേവി, അഡ്വക്കേറ്റ് ആശ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 60 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. സൂര്യശ്രീ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. സൂര്യശ്രീ, കഴിഞ്ഞ താരസംഘടനയിലെ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടുമുമ്പൊക്കെ നടന്ന വലിയ ചർച്ചകളുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു ഈ മെമ്മറി കാർഡ് വിവാദം. അതിനെ ചൊല്ലി പരസ്യ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് താരസംഘടന അതിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനം? വിജയകുമാർ, താരസംഘടന അമ്മയിൽ പുതിയ ഭാരവാഹികൾ ഏറ്റെടുത്തതിനു ശേഷമുള്ള രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേർന്നിരുന്നു. ഇതിലെ മുഖ്യ അജണ്ടയായിരുന്നു ഈ മെമ്മറി കാർഡ് വിവാദം. താരസംഘടന അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദമായിരുന്ന ഒരു ആരോപണമായിരുന്നു മെമ്മറി കാർഡ് വിവാദം. മീറ്റു ആരോപണ സമയത്ത് 2018 മീറ്റു ആരോപണ സമയത്ത് ഈ താരസംഘടനയായ അമ്മയിലെ തന്നെ വനിതാ അംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും അവരുടെ അനുഭവങ്ങളും പരാതികളും ഒക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇത് ഒരു വീഡിയോയിൽ പകർത്തിയിരുന്നു. ഈ വീഡിയോ പകർത്തിയ മെമ്മറി കാർഡ് എവിടെയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അത് പൊന്നപ്പ ബാബു, ഉഷ ഹസീന, പ്രിയങ്ക എന്നിവർ ആരോപിച്ചിരുന്നത്. ഇത് ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുക്കു പരമേശ്വരന്റെ കയ്യിലുണ്ടെന്നുള്ള വാദമായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. ഈ വിഷയം വലിയ രീതിയിൽ സംഘടനയ്ക്കകത്തും പുറത്തും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഈ ഒരു സമയത്താണ് അമ്മയുടെ തന്നെ പ്രസിഡന്റായി ശ്വേത മേനോൻ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഈ മെമ്മറി കാർഡ് വിവാദം അന്വേഷിക്കുമെന്നടക്കം തന്നെ ശ്വേത മേനോൻ പറഞ്ഞിരുന്നു. ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇതിനൊരു തീരുമാനമായിരിക്കുകയാണ്. അന്വേഷണ കമ്മിറ്റിയിൽ ഒരു 5 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ശ്വേത മേനോൻ, എക്സിക്യൂട്ടീവ് അംഗം ജോയ് മാത്യു, നടൻ ദേവൻ, നടി ശ്രീദേവി, അഡ്വക്കേറ്റ് ആശ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഈ കമ്മിറ്റി അംഗങ്ങളെല്ലാം ചേർന്ന് ഇത് അന്വേഷിച്ച് 60 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഈ കമ്മിറ്റിയിൽ ഒരു അഭിഭാഷക ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. പരിശോധന നടത്തി സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ബോച്ചെ ഫുഡ് നോ ഗ്യാസ് റെസ്റ്റോറന്റ് ശൃംഖലയിലെ ആദ്യ സ്ഥാപനം ചാലക്കുടി പോട്ടയിൽ പ്രവർത്തനം തുടങ്ങി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. ഒത്തന്റിക് ജാപ്പനീസ് സുഷി, ഡംസം, ഡെംപൂര, റാമൻ എന്നിവയും ആധുനിക ഓഫ്സൈഡ് സ്മോക്കർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബോച്ചെ സ്മോക്ക് ബീഫ് ബിസ്ക്കറ്റും ബർഗർ, നൂഡിൽസ് എന്നീ വിഭവങ്ങളും ഭക്ഷണപ്രിയർക്ക് പുതിയ അനുഭവമായിരിക്കുമെന്ന് ബോച്ചെ പറഞ്ഞു. ബോച്ചെ ഫുഡ് നോ ഗ്യാസിനൊപ്പം ഒരേ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ബോച്ചെ ദ ബുഷറിൽ നിന്ന് കസ്റ്റമേഴ്സ് ചൂണ്ടിക്കാണിക്കുന്ന ഫ്രഷ് ഐറ്റംസ് ഉപയോഗിച്ച് വിഭവങ്ങൾ പാകം ചെയ്ത് നൽകും. ജാപ്പനീസിന് പുറമെ കോണ്ടിനെന്റൽ, ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങളും ബോച്ചെ ഫുഡ് നോ ഗ്യാസ് റെസ്റ്റോറൻറ്റിൽ ലഭ്യമാണ്. ബോച്ചെ ഫുഡ് നോ ഗ്യാസ് ജാപ്പനീസ് സുഷി ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടെ. കാരണം അത് ജാപ്പനീസ് ഓതന്റിക് ആയിട്ടുള്ള ഐറ്റംസ് കേരളത്തിൽ തന്നെ കുറവ്. ആകെ 2 റെസ്റ്റോറൻ്റ് ഉള്ളൂ. ഇത് 3ാമത്തെ റെസ്റ്റോറൻ്റ് ആണ് കേരളത്തിൽ. ദ റിയൽ ഒറിജിനൽ സുഷി ആൻഡ് ഡിംസം, ദെൻ ബർഗർ, പിസ്സ. അതിന്റെ ത്രില്ല് ഞാൻ ഇവിടെ കളയുന്നില്ല പറഞ്ഞിട്ട്. യു കം ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ്. നോക്കാം കാലാവസ്ഥ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.